إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉജ്ജ്വലമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയായി ഈമാനോടെ മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും പകർന്നു നൽകാൻ അവനിൽ വളരെ അനിവാര്യമായും ഉണ്ടാവേണ്ടുന്ന 3 അനുഗ്രഹങ്ങളാണ് നിർഭയത്വം, ആരോഗ്യം, ജീവിതം മുന്നോട്ടു പോകാൻ, ജീവൻ നിലനിൽക്കാൻ അനിവാര്യമായ ഭക്ഷണം. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ജീവിതത്തിൽ സംഗമിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം വളരെ സുഖകരമായി തീരുന്നത്. വലിയ സമ്പന്നനായ, സാമ്പത്തിക മേഖലകളുടെ വ്യോമസീമകൾ താണ്ടി കോടികൾ കൊണ്ടമ്മാനമാടുന്ന ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം
ഏതെങ്കിലും ഒരു ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വധഭീഷണി ഉണ്ട് എങ്കിൽ നിന്നെ ഞാൻ വധിച്ചു കളയും എന്ന ഒരു ഭയം ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോയിട്ട്, ഒരു മണിക്കൂർ പോയിട്ട്, ഒരു നിമിഷ നേരം പോലും പിന്നീട് ആ മനുഷ്യന് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ മനസ്സ് തുറന്ന് ചിരിക്കാനോ ഒന്നും തന്നെ കഴിയില്ല. അവന്റെ ജീവിതം തന്നെ അവതാളത്തിലാവുകയും ആരോഗ്യം പോലും നഷ്ടപ്പെട്ട് ഒന്നുമല്ലാത്തവനായി അവൻ മാറുന്ന ഒരു സാഹചര്യമായിരിക്കും നിർഭയത്വം നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിക്കുണ്ടാവുക. അത്രയും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിർഭയത്വം എന്നുള്ളത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോന്നപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായി അള്ളാഹു പഠിപ്പിച്ചത് وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച, അള്ളാഹുവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കണേ. ഖുർആൻ പറയുകയാണ്, അദ്ദേഹം പ്രാർത്ഥിച്ച കാര്യം എന്താണ്? റബ്ബിജഅൽ ഹാദൽ ബലദ ആമിനാ, അള്ളാഹുവേ ഈ മക്ക എന്ന ഈ നാടിനെ നിർഭയത്വം നിറഞ്ഞ നാടാക്കി മാറ്റണേ. നിർഭയത്വം ലഭിക്കാനാണ് ആദ്യമായി ചോദിക്കുന്നത്. ശേഷമാണ് പറയുന്നത് വജനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, റബ്ബേ എന്നെയും എൻ്റെ സന്താനത്തെയും വിഗ്രഹാരാധനയിൽ നിന്ന്, ബഹുദൈവാരാധനയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ, അകറ്റണേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർഭയത്വത്തിന് വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തിൽ ഖുറൈശികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറയുന്നിടത്ത് അവസാനമായും അള്ളാഹു പറഞ്ഞു, അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? അവരെ വിശപ്പടക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം നൽകിയവനാണ്. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്നും ഭയപ്പാട് മാറ്റി അവർക്ക് നിർഭയത്വം നൽകിയവനാണ് എന്ന് അള്ളാഹുവിൻ്റെ നിർഭയത്വമാകുന്ന അനുഗ്രഹത്തെ നൽകിയതിനെ സംബന്ധിച്ച് ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരാൾക്ക് നിർഭയത്വം ലഭിച്ചു, എന്നാൽ ആ നിർഭയത്വത്തെ അനുഭവിക്കാനുള്ള ആരോഗ്യവും അതിനൊത്തുള്ള സാമ്പത്തിക ശേഷിയും ഇല്ല എങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം അല്പം പ്രയാസകരമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ നിർഭയത്വം, ആരോഗ്യം, ഭക്ഷണം, ഇത് മൂന്ന് ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. പ്രവാചകൻ പറയുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ ശരീരത്തിന്റെ കാര്യത്തിൽ അവൻക്ക് നിർഭയം ലഭിച്ചാൽ, അവൻക്ക് ശത്രുവിന്റെ ഭയമില്ല, വളരെ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. മുആഫൻ ഫീ ജസദിഹി, അവൻക്ക് ജീവിക്കാനുള്ള ആരോഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ട്, അവൻക്ക് സൗഖ്യമുണ്ട്. ഇൻദഹു ഖൂതു യൗമിഹി, ഓരോ ദിവസവും അവൻക്ക് നിർബന്ധമായി ലഭിക്കേണ്ടുന്ന മുഖ്യ ആഹാരം അവൻക്ക് അന്നന്ന് കഴിഞ്ഞു പോകാൻ ലഭിക്കുന്നുമുണ്ട്. ഈ മൂന്ന് അനുഗ്രഹങ്ങളും ഒരാൾക്ക് ലഭിച്ചാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ,
ഈ 3 അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിച്ചാൽ ദുനിയാവ് മുഴുവനും ലഭിച്ചതിന് തുല്യമാണ്. ദുനിയാവ് പൂർണ്ണമായും ഒരാൾക്ക് ലഭിച്ചതിന് തുല്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഈ 3 അനുഗ്രഹങ്ങൾ മാത്രം ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദുനിയാവ് സർവ്വതും ലഭിച്ചതുപോലെ ജീവിക്കാൻ പറ്റുന്ന വിധം അനുഗ്രഹീതനാണ്, സൗഭാഗ്യവാനാണ് ആ വ്യക്തി എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ വന്നിരിക്കുന്ന നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും ഇത് 3 ലഭിച്ചിട്ടില്ലേ? നമുക്ക് നിർഭയത്വമില്ലേ? നമുക്ക് ആരോഗ്യമില്ലേ? പള്ളിയിൽ വന്ന് ജമാഅത്തിലും ഖുത്ബകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ? അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ നേരവും കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള പാനീയവും നമുക്കില്ലേ? എന്തു പ്രയാസമാണ് നമുക്കുള്ളത്? അതിനൊന്നും യാതൊരു തടസ്സവും നമുക്ക് ഇതുവരെ ഇല്ല. അത്രയും സന്തോഷത്തോടു കൂടിയാണ്, അനുഗ്രഹീതമായ ജീവിതമാണ് നാം നയിക്കുന്നത് എന്നതാണ് പ്രവാചകൻ പറഞ്ഞത്. ദുനിയാവ് മൊത്തം കിട്ടിയതുപോലെ അത്രയും നല്ല ജീവിതമാണ് സത്യത്തിൽ ആ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ നമ്മിൽ എത്ര ആളുകൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിച്ചു? അള്ളാഹുവിൻ്റെ ഇത്രയും വമ്പിച്ച അനുഗ്രഹമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഈ 3 അനുഗ്രഹങ്ങൾ വളരെ സർവ്വസാധാരണയായ നിലക്ക് ആസ്വദിക്കുന്ന നമുക്ക് ഇതിൻ്റെ വലുപ്പം തിരിച്ചറിയാൻ സാധിച്ചോ എന്നതാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് അള്ളാഹു ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്താലും അള്ളാഹു അവരിലേക്ക് ഒരു പരീക്ഷണാർത്ഥം ഇട്ടുകൊടുക്കുന്ന വളരെ ചെറിയ ചെറിയ പ്രയാസങ്ങളുടെ പേരിൽ, പരീക്ഷണങ്ങളുടെ പേരിൽ, കഷ്ടപ്പാടിന്റെ പേരിൽ അതിനെ പർവ്വതീകരിച്ച് അള്ളാഹു മറുഭാഗത്ത് നൽകുന്ന ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളെ മറന്നു കളഞ്ഞ് നന്ദി കെട്ടവനായി ജീവിക്കുന്ന അവസ്ഥാവിശേഷമാണ് മനുഷ്യനിൽ അധികവും കണ്ടുവരുന്നത്. അതും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. മനുഷ്യന്റെ ഒരു സ്വഭാവം അള്ളാഹു പറയുകയാണ്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അവന്റെ റബ്ബ് അവനെ പരീക്ഷിക്കുകയും അവനെ ആദരവ് നൽകുകയും ചെയ്താൽ, അവൻക്ക് സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും ഫയഖൂലു റബ്ബി അക്രമൻ, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, എന്റെ റബ്ബ് എന്നെ പരിഗണിച്ചിരിക്കുന്നു എന്നവൻ പറയും. എന്നാൽ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബ് അവൻക്കൊരു പരീക്ഷണം നൽകിയാൽ, അവന്റെ ജീവിതം ഒന്ന് കുടസമാക്കിയാൽ അവൻ പറയുന്നത് ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു, എന്റെ റബ്ബ് എന്നെ കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല, എന്നെ പ്രയാസപ്പെടുത്തുകയാണ്. എന്തൊരു പരീക്ഷണമാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്റെ റബ്ബ് എന്റെ പ്രയാസങ്ങൾ എന്തേ അറിയാത്തത്? ഒരുപാട് റബ്ബിനെ ആരാധിക്കുന്നവനല്ലേ ഞാൻ, നല്ല ഒരു വിശ്വാസിയല്ലേ ഞാൻ, നിസ്കരിക്കുന്നില്ലേ ഞാൻ, നന്മകൾ ചെയ്യുന്നവനല്ലേ, പിന്നെ എന്തിനാണ് എന്റെ റബ്ബിനെ ഇത്രയും പ്രയാസപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നന്ദി കെട്ടവനായി മാറുന്നു എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുന്നത്. ഇതാണ് മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കിട്ടിയ ഇത്രയും വലിയ ഈ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ 3 അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോയ ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമതായി പറഞ്ഞ നിർഭയത്വം എന്ന് പറയുന്ന ഈ മഹത്തായ അനുഗ്രഹം ലഭിക്കാതെ നമ്മളെപ്പോലെ മുസ്ലിമീങ്ങളായിട്ട്, നമ്മളെപ്പോലെ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആളുകളായിട്ട് പോലും ഒരു നിമിഷ നേരം പോലും നിർഭയത്വമില്ലാതെ പെരുന്നാളിന്റെ ദിവസങ്ങൾ പോലെയുള്ള അനുഗ്രഹീതമായ ദിവസങ്ങളിൽ വരെ ഒരൽപ്പം പോലും സന്തോഷിക്കാനുള്ള സാഹചര്യമില്ലാതെ, നല്ല വസ്ത്രം ധരിക്കാനോ ഭക്ഷണം കഴിക്കാനോ മനസ്സ് തുറന്ന് ചിരിക്കാനോ സംസാരിക്കാനോ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനോ സ്വതന്ത്രനായ ഒരു ചെറിയ യാത്ര നടത്താൻ വരെ
യാതൊരു സാഹചര്യവുമില്ലാതെ എല്ലാം തടയപ്പെട്ട് ശത്രുക്കളുടെ വെടി ഉച്ചകൾക്ക് മുമ്പിലും തോക്കുകൾക്ക് മുമ്പിലുമെല്ലാം കീഴൊതുങ്ങി ഏത് നിമിഷ നേരവും മരണം എന്നെ പിടികൂടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണുകളുമായി വിതുമ്പുന്ന ചുണ്ടുകളുമായി പിടയുന്ന ഹൃദയവുമായി കഴിച്ചുകൂട്ടുന്ന എത്രയെത്ര ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട് എന്ന ഒരു വാസ്തവം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ ഇടക്കിടക്കെങ്കിലും പ്രിയമുള്ളവരെ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ കഴിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുടെ വാർത്തകൾ അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം പോലും അവർക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ കഴിയില്ല. ഏത് നേരവും ഏത് നിമിഷ നേരവും അവർ മരണത്തിന് കീഴൊതുങ്ങും. അത് അവർക്ക് തന്നെ തിരിച്ചറിയാം പറ്റുന്ന രൂപത്തിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ രൂപത്തിൽ കഴിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ പ്രകൃതി രമണീയമായ വിനോദസഞ്ചാരികളായ ആളുകൾ മനം കുളിർക്കുവാനും ഒരുപാട് കണ്ടും കേട്ടും ആനന്ദിക്കുവാനും ആസ്വദിക്കുവാനും പറ്റുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ അത്ഭുത പ്രതിഭാസങ്ങളാൽ പ്രകൃതി സുന്ദരമായ നിലക്ക് നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പുകൾ കൊണ്ട് അലങ്കൃതമായ കശ്മീർ എന്ന് പറയുന്ന നാട്ടിൽ നിന്നും സംസ്ഥാനത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? അവിടെയുള്ള ഇതുവരെയും ഉണ്ടായിരുന്ന ആ നിർഭയത്വം മാറിക്കൊണ്ട് അവിടെ വിനോദസഞ്ചാരികളായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ചോരയുടെ ഗന്ധം അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള രക്തക്കളമായി ആ നാട് മാറിയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കൈകൾ ആരാണ്? അതിന്റെ അജണ്ട എന്താണ് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. മറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തെ പോലെയുള്ള ഇത്രയും നിർഭയത്വം നിറഞ്ഞ നാടുകളിൽ കഴിയുന്ന നമ്മൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ നിർഭയത്വം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഇല്ലാത്ത വിധം യാതൊരു പ്രയാസവുമില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കുവാനും നമ്മുടെ മറ്റുള്ള ദുനിയവികമായ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഈ ഒരു സാഹചര്യം ഒരുക്കി തന്ന അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നതാണ്. നമുക്ക് കിട്ടിയ ഈ നിർഭയത്വത്തിന്റെ വില മനസ്സിലാക്കാൻ ഇത്തരം വാർത്തകളെ നമ്മൾ കൂട്ടുപിടിക്കണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അത്രയും വലിയ അനുഗ്രഹമാണ് നിർഭയത്വം എന്ന് പറയുന്നത്. നമുക്കിതുവരെയും അത് ലഭിച്ചിട്ടുണ്ട്. ഏതവസരത്തിലും അത് നഷ്ടപ്പെടാം. അള്ളാഹു വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി, എല്ലാം നശിച്ചു പോകും, എല്ലാം കെട്ടണഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്ദിയുള്ളവരായി ജീവിക്കുക എന്നതാണ്. രണ്ടാമതായി പറഞ്ഞ ആരോഗ്യത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരോഗ്യം എന്നുള്ളത് ഈ പറഞ്ഞ നിർഭയത്വമാവട്ടെ സാമ്പത്തിക ശേഷിയാവട്ടെ ഇതിനെയെല്ലാം നല്ലപോലെ ആസ്വദിക്കണമെങ്കിൽ അവനക്ക് നല്ല ആരോഗ്യം വേണം. ആ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി എത്ര കോടികൾ വേണമെങ്കിലും ചെലവഴിക്കാൻ എല്ലാവരും തയ്യാറാവും. അതിനൊന്നും യാതൊരു തടസ്സം ഉണ്ടാവില്ല. കാരണം ഇത് അനുഭവിക്കണമെങ്കിൽ ഈ ആരോഗ്യം നിർബന്ധമാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതായി സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിന്റെ മുകളിൽ കയറി ഇതുപോലെ കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂൽ ഇതുപോലെ കരഞ്ഞു പറഞ്ഞ വിഷയമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച കാര്യം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് സൗഖ്യവും ആരോഗ്യവും വിട്ടുവീഴ്ചയും ചോദിക്കണമെന്നാണ്. കാരണം ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, ഒരു മനുഷ്യൻക്ക് ശരിയായ ഈമാൻ ലഭിച്ചതിന് ശേഷം പിന്നീട് ലഭിക്കുന്ന 100 കൂട്ടം അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമാണ് ആരോഗ്യം, സൗഖ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിരന്തരമായി ഇത് നിലനിന്ന് കിട്ടാൻ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ആർക്കും ആ മനുഷ്യനെ ആവശ്യമുണ്ടാവില്ല. സ്വന്തം കുടുംബക്കാർക്ക് വരെ കുറച്ചു കാലമൊക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന അത്രയും നമ്മുടെ അടുപ്പം കാണിക്കുന്ന ഒറ്റപ്പെട്ട ചിലർ മാത്രമാണ് നമുക്ക് ബാക്കിയാവുക. നമ്മുടെ ക്ഷേമകാലത്ത് മാത്രമാണ് നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാവുക. രോഗം വന്നാൽ പിന്നെ നമ്മുടെ എല്ലാം തീർന്നു.
അത്രയും നമ്മളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന നമ്മുടെ ശരിക്കുള്ള ദൗർബല്യത്തെ വിളിച്ചു പറയുന്ന ഒരു സ്ഥിതിയാണ് രോഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രോഗത്തെ ക്ഷമിക്കുന്ന, അതിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് വൻപിച്ച പ്രതിഫലം അല്ലാഹു പരലോകത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വലിയ പ്രയാസമാണ് രോഗം. രോഗാതുരമായ ജീവിതം നയിക്കുക എന്നുള്ളത്, ആ രോഗത്തെ അതിൽ നല്ല രൂപത്തിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ശ്രമകരമായ വിഷയമാണ്. ആ രോഗമില്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നു എന്നത് വലിയ സൗഭാഗ്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രത്യേകമായും പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. നിനക്ക് മരണം വരുന്നത് വരെ അള്ളാഹു നൽകിയ നിന്റെ ആരോഗ്യത്തെ റബ്ബിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കണം. അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കാൻ നീ ചെലവഴിക്കണം. ദീന് പഠിക്കാൻ നീ മാറ്റിവെക്കണം. പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി നീ വിനിയോഗിക്കണം എന്നാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ നമ്മുടെ ആരോഗ്യത്തെ വിനിയോഗിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാവണം എന്നതാണ്. കാരണം ഏത് സമയത്ത് ഇത് നീങ്ങിപ്പോകും, ഒന്നും പറയാൻ പറ്റൂല. എത്ര ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനാണെങ്കിലും, എത്ര നല്ല സമ്പത്തിന്റെ പണം കൊണ്ടുള്ള ഉണ്ടാക്കപ്പെട്ട ആഹാരം കഴിക്കുന്നവനാണെങ്കിലും, എല്ലാ രോഗത്തിനുമുള്ള ഒറ്റമൂലിയായി വിപണിയിൽ ലഭിക്കുന്ന തരത്തിലുള്ള മരുന്ന് കഴിച്ചുകൊണ്ട്, ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിലും, ഏത് നിമിഷ നേരവും എത്ര സുരക്ഷ ഒരുക്കിയാലും കാവലിരുന്നാലും നമ്മുടെ ആരോഗ്യം അള്ളാഹു വിചാരിച്ചാൽ നഷ്ടപ്പെട്ടു പോകും. അതിനെ തടുക്കാൻ ഒരാൾക്കും ഒരു മരുന്നിനും സാധ്യമല്ല എന്നുള്ളത് പലപ്പോഴും നാം തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ആ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ആരാധിച്ചാൽ, റബ്ബിനെ ഓർത്താൽ നമ്മൾ രക്ഷപ്പെടും. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗുരുതരമായ രോഗം പിടിപെട്ട് ക്യാൻസർ പോലെയുള്ള രോഗത്തിനടിമയായി എല്ലാവരും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന, ഇനി ഏതായാലും വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞ് കൈയൊടിയുന്ന, എന്തായാലും 2-3 ദിവസം കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മരിച്ചു പോകും എന്നെല്ലാവരും വിലയിരുത്തുന്ന ഒരു ഘട്ടം വരുമ്പോൾ പ്രിയമുള്ളവരെ വല്ലാത്ത ഒരു സങ്കടം മനസ്സിലുണ്ടാവും. അപ്പോഴുള്ള ബേജാറ്, ഇത്രയും ദിവസം കിട്ടിയ ആരോഗ്യം കൊണ്ട് റബ്ബിനെ ഓർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വല്ലാത്ത സങ്കടമായിരിക്കും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കവിയുക. അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്നാണ്, യാതൊരു ഫലവും ഉണ്ടാവില്ല. കാരണം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ കവാടവും അവിടെ അവസാനിക്കുകയാണ്. അവിടെ വിലപിച്ചിട്ട് കാര്യമില്ല എന്നതാണ്. അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് സഹോദരന്മാരെ വലിയ ഒരു കഴിവാണ്. ഒരാളുടെ കഴിവിനെ തിരിച്ചറിയുന്നത് വലിയ കഴിവാണ് എന്ന് പറയുന്നത് പോലെ, അള്ളാഹു നൽകിയ ഇത്തരം അനുഗ്രഹങ്ങളെ അനുഗ്രഹമായി തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് ഒരു കഴിവാണ്. അതിനേക്കാളും പ്രധാനമായി അത് മറ്റൊരു അനുഗ്രഹമാണ്. അള്ളാഹിന്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ അനുഗ്രഹമായി തിരിച്ചറിഞ്ഞ് നന്ദി കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നന്ദി കാണിച്ചാൽ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. തീർച്ചയായും നിങ്ങൾ നന്ദി കാണിച്ചാൽ അധികരിപ്പിച്ചു തരും, വർദ്ധിപ്പിച്ചു തരുമെന്ന റബ്ബിന്റെ വാഗ്ദാനമാണ്. എന്നാൽ നന്ദി കെട്ടവനായി നീ ജീവിച്ചാൽ, ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടും നന്ദി കെട്ടവനായി കഴിഞ്ഞാൽ, വലഇൻ ശകർതും ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനമാണ് എന്ന് റബ്ബിന്റെ താക്കീത് വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് കരുതിയിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ല എങ്കിൽ വലിയ പരാജയത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തുമെന്ന് തിരിച്ചറിയുക, ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു ബുറൈദ എന്ന് പറയുന്ന ഒരു സഹാബി പറയുകയാണ്,
അന്ന റജുലൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹല ഇലാ ഫളാലത്ത് ബിൻ ഉബൈദ്. പ്രവാചകന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബി ഫുലാലത്ത് ബിൻ ഉബൈദ് എന്ന് പറയുന്ന മിസ്റിലുള്ള ഈജിപ്തിൽ ഭരണാധികാരിയായിരുന്ന മറ്റൊരു സ്വഹാബിയെ കാണാൻ വേണ്ടി യാത്ര പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഈ യാത്ര പോയ മനുഷ്യൻ ഫലാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമാ ഇന്നി ലം ആതിക സായിറൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇപ്പോൾ ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്ത് വന്നത് നിങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ, ആ രൂപത്തിലൊരു ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് വലാകിന്നി സമീഅതു അന വ അൻത ഹദീസൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും നിങ്ങളും ഒരുമിച്ച് പ്രവാചകന്റെ അരികിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാളും പ്രവാചകനിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഹദീസ് നല്ല പോലെ ഇപ്പം അറിയില്ല. റജൗതു അൻ യകൂന ഇൻദക മിൻഹു ഇൽം, അതിനെ സംബന്ധിച്ച് എന്നെക്കാൾ നിങ്ങൾക്ക് കൂടുതൽ വിവരമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു, അമാഹു, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഹദീസ്? കാല കഥ കഥ. അദ്ദേഹം പലതും ഇങ്ങനെയാണെന്ന് പറഞ്ഞു, ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഈ വന്ന സ്വഹാബി ഫലാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയോട് പറയാണ്, അദ്ദേഹത്തിൻ്റെ കോലം കണ്ട് വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, ഫമാലി അറാക ശഈസൻ, നിങ്ങളെന്താ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ചിട്ട് നിങ്ങളൊരു കോലം കെട്ട രൂപത്തിലാണല്ലോ കാണുന്നത്? അദ്ദേഹം ഭരണാധികാരിയാണ്, പക്ഷെ നല്ലൊരു മുടി ചെയ്കി വൃത്തിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത്. അപ്പം ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നിങ്ങൾ ഒരു കോലൊന്നും അത്ര ഒരു വൃത്തിയൊന്നും ഇല്ലല്ലോ. അൻത അമീറുൽ അർള്, നിങ്ങൾ ഈ മിസ്റിലെ ഭരണാധികാരിയാണല്ലോ, പിന്നെന്താ ഇങ്ങനെ? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹാന അൻ കസീരിൻ മിനൽ ഇർഫാ, തീർച്ചയായും ഞങ്ങളുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഇർഫാഹ് ചെയ്യുന്നതിനെ വെറുത്തിരുന്നു എന്നാണ്. ഇർഫാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിധി വിട്ടുകൊണ്ട് കൂടുതലായി സൗന്ദര്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കുറേ നേരം മുടി ചെയ്യുന്നതിലും കണ്ണാടി നോക്കുന്നതിലും ഒക്കെ ഇങ്ങനെ സമയം ചെലവഴിക്കുന്ന ഒരു സ്വഭാവം. അത്യാവശ്യത്തിനതൊക്കെ വേണ്ടത് തന്നെയാണ്, കാരണം വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് ഇസ്ലാം. വൃത്തിയില്ലാത്ത രൂപത്തിൽ, മോശമായ തരത്തിൽ, കോലം കെട്ട വിധത്തിൽ, ആളുകൾക്ക് അറുപ്പും വെറുപ്പും തോന്നിക്കുന്ന വിധത്തിൽ വസ്ത്രധാരണം സ്വീകരിക്കുന്നതിനോടൊന്നും ഇസ്ലാം യോജിക്കുന്നില്ല. അതേ അവസരത്തിൽ കൂടുതൽ സമയം അതിനെ ചെലവഴിച്ച് അതിൻ്റെ ആളായിട്ട് മാറുന്ന, ഒരു സൗന്ദര്യത്തിൻ്റെ ആളായിട്ട് മാറുന്ന സ്വഭാവത്തെയാണ് ഇസ്ലാം വിലക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അമിതമായിട്ട് അങ്ങനെ മുടി ചെയ്യുന്നതും മറ്റുമൊക്കെ അള്ളാഹിൻ്റെ റസൂൽക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നെ നിങ്ങളിങ്ങനെ മുടി ജട പിടിച്ച അവസ്ഥയിൽ കാണുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ പാദരക്ഷ ധരിച്ചിട്ടില്ല. വീണ്ടും ചോദിച്ചു, ഫമാലി ലാ അറാ അലൈക ഹിദാൻ, ഒരു പാദരക്ഷയൊന്നും ഇല്ലല്ലോ, കാലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? ഒരു നല്ല ചെരുപ്പൊക്കെ ധരിച്ചുകൂടെ എന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ അൻ നഹ്തഫിയ അഹ്യാന, ഒരു സുന്നത്ത് അവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ. ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് വല്ലപ്പോഴൊക്കെയായി ചെരുപ്പ് ധരിക്കാതെ നഗ്നപാതയിൽ നടക്കുന്നത് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു എന്നാണ്. ഈ ഹദീസിൽ നിന്ന് 2-3 കാര്യങ്ങളാണ് പ്രധാനമായി നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, അറിവ് നേടുന്നതിൻ്റെയും അറിവുള്ള ആളുകളുടെയും മഹത്വമാണ്, ശ്രേഷ്ഠതയാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഒരുമിച്ച് പഠിച്ച ഒരു കാര്യത്തിൽ ഒന്നുകൂടി ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി, അതിനെ ഒന്നുകൂടി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെക്കാളും ഈ കാര്യത്തിൽ കൂടുതൽ വിവരമുണ്ടാകുമെന്ന് തോന്നിയ മറ്റൊരു സ്വഹാബിയുടെ അടുക്കിലേക്ക് വളരെ ദൂരെ യാത്ര ചെയ്തുകൊണ്ട് ആ സ്വഹാബി കടന്നു പോകുന്നത്. അറിവിനോട് അദ്ദേഹം കാണിച്ച താല്പര്യമാണ് നമുക്കവിടെ എടുത്തു കാണുന്നത്. അത്രയും പ്രാധാന്യം അറിവിനുണ്ട് എന്നതാണ്. ഇസ്ലാമിൽ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കൂടുതലായി കിട്ടണം, അധികരിപ്പിച്ച് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഇൽമ് മാത്രമാണ്. നബിയെ പറയുക, അല്ലാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണം. ഇതാണ് കൂടുതൽ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ട കാര്യം, അറിവാണ്.
ആ അറിവ് എന്ന് പറയുന്നത് അത്രയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവനക്ക് മറ്റെന്തിനേക്കാളും പ്രിയമുള്ള ഒരു കാര്യമായിട്ട് മാറേണ്ട വിഷയമാണ്. പക്ഷേ ഖേദകരെന്ന് പറയട്ടെ, ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പണ്ടത്തെ സ്വഹാബികൾ ഈ ചരിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ പൂർവികരായ സലഫുകളായ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ അറിവ് തേടാൻ വേണ്ടി അങ്ങോട്ട് വളരെ ദീർഘദൂരം യാത്ര ചെയ്തപ്പോൾ, കാൽനടയായിക്കൊണ്ടും ഒട്ടകപ്പുറത്തുമെല്ലാം യാത്ര ചെയ്ത് അവർ എത്തിയപ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അറിവ് ഇങ്ങോട്ട് കടന്നു വരികയാണ്. അറിവ് നമ്മുടെ കാൽ കീഴിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, എന്നെ നീ ഒന്ന് സ്വീകരിക്കൂ, നിനക്ക് ഉപകാരമുണ്ടാവും. പക്ഷെ നമ്മൾ പറയാണ്, നീ മാറിപ്പോ, നിന്നെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അറിവിനെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഒരു വിരലൊന്ന് നെക്കിയാൽ വിജ്ഞാനത്തിന്റെ അത്ഭുതാവഹമായ കവാടങ്ങൾ തുറക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് കണ്ണു തുറച്ചു നോക്കിയാൽ തന്നെ വളരെ വ്യത്യസ്തമായ വിജ്ഞാനത്തിന്റെ സർവ്വ മേഖലകളും തുറന്നു കാട്ടുന്ന സ്ക്രീനുകൾക്ക് മുമ്പിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയും വിജ്ഞാനങ്ങൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ തയ്യാറായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടം. പക്ഷെ നമുക്കൊന്നും ആവശ്യമില്ല, ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. ആ രൂപത്തിൽ വളരെ വ്യവസ്ഥാപിതമായി നമുക്കിന്ന് അറിവുകൾ ശേഖരിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമുക്കാർക്കും ആവശ്യമില്ല. എന്തിനേറെ, സ്വർഗപ്രവേശനത്തിന് നിർബന്ധമായി പഠിക്കേണ്ടുന്ന അറിവുകൾ പഠിക്കാൻ വരെ നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും യാതൊരു താല്പര്യവുമില്ല. ഇതുവരെയും നിസ്കരിച്ച നിസ്കാരം ശരിയാണോ, പ്രാർത്ഥന ശരിയാണോ, ഫാത്തിഹ ശരിയാണോ, അതിൻ്റെ അർത്ഥം എനിക്കറിയുമോ, ഞാൻ നിലവിൽ മനസ്സിലാക്കിയത് സത്യം തന്നെയാണോ, കറക്റ്റാണോ എന്ന് അറിയാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരുക്കം പോലും നമ്മിൽ അധികം ആളുകൾക്കും ഇല്ല. മറിച്ച് ആകെ കിട്ടുന്നത് എന്താണ്, ഇങ്ങനെയുള്ള ജുമുഅകളിലോ മറ്റു നിർബന്ധിതനായിട്ട് ഇരിക്കേണ്ടി വരുന്ന സദസ്സുകളിലോ മറ്റോ എന്തെങ്കിലും കിട്ടിയാലായി. അങ്ങനെയാണ് നമുക്ക് പലതും ദീനുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത്. ആകെയുള്ള ഒരു വിവരം അതാണ്. എവിടെന്നെങ്കിലും നിർബന്ധിതനായിട്ട് ഇരുന്ന് കൊടുത്തപ്പോൾ കിട്ടിയ ചില ഡാറ്റകളായിരിക്കും ദീനിന്റെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവും. ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലോ എല്ലാം അങ്ങോട്ട് പോയി തിരഞ്ഞ് പിടിച്ച് അന്വേഷിച്ച് കണ്ടെത്തി നമ്മളത് നേടിയെടുക്കും. ഇതാണ് നമ്മുടെ ദീനും ദുനിയാവും തമ്മിലുള്ള ഒരു ബന്ധം. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ച് ചിന്തിക്കണമെന്നാണ് പറയുന്നത്. അറിവിന് പ്രാധാന്യം കൊടുക്കണം, അറിവിനെ സ്നേഹിക്കണം. എവിടെ നിന്ന് കിട്ടിയാലും അത് സത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അത് നേടിയെടുക്കണം. ആ രൂപത്തിൽ അറിവിനെയും അറിവ് നേടുന്ന, അറിവ് നൽകുന്ന, അറിവ് പ്രചരിപ്പിക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നവരായി നമ്മൾ വളരണം. അതാണ് ഇത്തരം ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം. രണ്ടാമതായി ഈ സംഭവം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഹദീസിൽ അവസാനം സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ചെരുപ്പ് ധരിക്കാറുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴുമല്ല, വല്ലപ്പോഴൊക്കെയായി പറ്റുന്ന സന്ദർഭങ്ങളിൽ ചെരുപ്പ് ധരിക്കാതെ കാൽനടയായി പാദരക്ഷയില്ലാതെ നഗ്നപാതയിൽ നടക്കുക എന്നുള്ളത് ഒരു പ്രത്യേകമായ സുന്നത്താണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പൊ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ നമുക്കിത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സുന്നത്താണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ പറമ്പിൽ വിശാലമായ സൗകര്യം ഉണ്ടാവും. നമ്മളിങ്ങനെ പണിയെടുക്കുന്ന സമയത്തൊക്കെ ചെരുപ്പ് ധരിക്കാതെ ഈ ഹദീസിനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് പ്രവാചകന്റെ ഒരു പ്രത്യേകമായ സുന്നത്താണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്താൽ നമുക്കതിൻ്റെ കൂലി കിട്ടും. നമ്മൾ ബീച്ചിലൊക്കെ പോകാറുണ്ട്. ബീച്ചിൽ പോകുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ചെരുപ്പ് കയ്യിൽ പിടിച്ച് ചിലപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സുന്നത്ത് നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രവാചകന്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറഞ്ഞ സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നാൽ അതിൻ്റെ കൂലി കിട്ടുന്നതാണ്. അപ്പോൾ പ്രവാചകന്റെ ഒരു സുന്നത്തിനെ ജീവിപ്പിച്ച ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന സന്ദർഭങ്ങളിൽ, ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാത്ത രൂപത്തിൽ പറ്റുന്ന സന്ദർഭത്തിലൊക്കെ ഇങ്ങനെ ചെരുപ്പ് ധരിക്കാതെ അല്ലെങ്കിൽ പാദരക്ഷ ധരിക്കാതെ നടക്കുക എന്നത് ഒരു സുന്നത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിൽ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദീനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ദീനിനോട് അടുപ്പം സൃഷ്ടിക്കാനും അള്ളാഹുമായിട്ട് സാമീപ്യം ഉണ്ടാക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അതിശക്തമായ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ രോഗത്തിനെല്ലാം പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുകയും ആരോഗ്യകരമായ സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഹലാലായ മാർഗത്തിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ കടം തിരിച്ചു വീട്ടാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.